ഇന്ന് നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ സ്ട്രേഞ്ചർ തിങ്സിന്റെ 4 എപ്പിസോഡുകളും ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അവസാനത്തെ സീസൺ വ്യാഴാഴ്ച പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബാക്കി 4 സീസണുകളും ഒന്ന് പെട്ടെന്ന് റീവാച്ച് ചെയ്യാം. നവംബർ 6 ഇന്ത്യാനയിലെ ഹോക്കിൻസിലാണ് എല്ലാം ആരംഭിക്കുന്നത്. മൈക്ക് വീലർ, ഡസ്റ്റിൻ ഹെൻഡർസൺ, ലൂക്കസ് സിംഗ്ലെയർ, വിൽ ബയേഴ്സ് ഇവരാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. 4 പേരും 10 മണിക്കൂർ നീണ്ട ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിം കളിച്ച് രാത്രി 8 മണിയോടെ മൈക്കിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഫ്രണ്ട്സിനോട് ബായ് പറഞ്ഞു ഓരോരുത്തരായി പിരിഞ്ഞു. അങ്ങനെ വിൽ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി ഒരു കാട് പിടിച്ച പ്രദേശത്തിനടുത്തുകൂടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ എന്തോ ഒന്ന് അവൻ കണ്ടു. മനുഷ്യനാണോ മറ്റെന്തോ ജീവിയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഭീകരമായ ഒരു രൂപം. ഭയന്ന് നിയന്ത്രണം വിട്ട് അവന്റെ സൈക്കിൾ താഴെ വീണു. അവൻ ഓടി വീട്ടിലേക്ക് എത്തി. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഫോണിലെ സ്റ്റാറ്റിക് ശബ്ദം, അതുപോലെ വാതിൽ തന്നെ തുറക്കുന്നു. അവൻ ഭയന്ന് വീടിനടുത്തുള്ള ഷെഡിലേക്ക് ഓടിയെത്തുന്നു. ഒരു BB ഗൺ എടുക്കുമ്പോഴേക്കും വൈകിയിരുന്നു. അവന്റെ പിന്നിൽ ആ ഭീകരജീവി എത്തിയിരുന്നു. അങ്ങനെ വിൽ ബയേഴ്സിനെ കാണാതാവുന്നു. അടുത്ത ദിവസമാണ് അമ്മ ജോയ്സും ചേട്ടൻ ജൊനാഥനും വില്ലിനെ കാണാതായി എന്ന് തിരിച്ചറിയുന്നത്. ഷെരിഫും സുഹൃത്തുമായ ജിം ഹോപ്പറിനെ വിവരം അറിയിക്കുന്നു. ആദ്യം തന്നെ ഹോപ്പർ കരുതിയത് ഇതൊരു സാധാരണ കുട്ടികളുടെ ഒളിച്ചോട്ടമോ അങ്ങനെ വല്ലതോ ആണെന്നാണ്. എന്നാൽ കാട്ടിൽ വില്ലിന്റെ സൈക്കിൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടുമ്പോൾ ഇതിലെന്തോ ഒരു ഭയപ്പെടുത്തുന്ന കാര്യമുണ്ടെന്ന് അയാൾ ഉറപ്പിക്കും. ഇതിനിടയിൽ പാരലായിട്ട് ആശുപത്രിയിൽ നിന്നോ മറ്റോ ചാടിപ്പോയെന്ന് തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവളുടെ തലയൊക്കെ മുണ്ടനം ചെയ്തിരിക്കുകയാണ്. അവളെ സഹായിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉടമ സോഷ്യൽ വർക്കേഴ്സിനെ വിളിക്കുകയും എന്നാൽ അവര് വന്ന് അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ അവർ കുട്ടിയെ പിടിക്കാനായി ഒരുങ്ങുന്നതിന് മുമ്പ് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. ഹോക്കിൻസിലെ മറ്റൊരു സ്ഥലത്താവട്ടെ ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക രീതിയിലുള്ള വേരുകളും നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാണുന്നുണ്ട്. അവർ റേഡിയേഷൻ ഉണ്ടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന സൂട്ടുകളൊക്കെ ധരിച്ച് ഭയപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. 3 സുഹൃത്തുക്കളും വില്ലിനെ അന്വേഷിച്ച് കാട്ടിലൂടെ തിരയുമ്പോൾ മറ്റൊരാളെ കണ്ടെത്തുന്നു. തലം മുണ്ടനം ചെയ്ത ആശുപത്രി ഗൗൺ ധരിച്ച നമ്മൾ നേരത്തെ കണ്ട അതേ പെൺകുട്ടി. ടാറ്റയിലുള്ള 11 എന്നുള്ള പേര് അവർ L എന്ന് ഷോർട്ട് ആക്കിയിട്ട് അവളെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ മുതൽ കാര്യങ്ങൾ സ്ട്രെയിഞ്ച് ആയിട്ട് തുടങ്ങുന്നു. ജോയ്സ് വീട്ടിലെ ചില വിചിത്രമായ സംഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ലൈറ്റുകൾ കത്തുന്നു. സ്റ്റാറ്റിക് ശബ്ദം പോലെ ഫോണിൽ വില്ലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരവസരത്തിൽ വാൾപേപ്പറിന്റെ അകത്ത് നിന്ന് എന്തോ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ജോയ്സ് പറയുന്നത് വിശ്വസിക്കുന്നില്ല. ജോയ്സ് അവളുടെ ട്രോമ കൊണ്ട് ഓരോന്ന് ചിന്തിച്ചെടുക്കുകയാണെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ വില്ല് എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ജോയ്സ് വിശ്വസിക്കുന്നു. ഇതിനിടെ മൈക്കിന്റെ സഹോദരി നാൻസിക്കും അവളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അവളും സ്റ്റീവ് ഹാരിങ്ടണും തമ്മിൽ പ്രണയത്തിലാണ്. സ്റ്റീവിന്റെ പാർട്ടിയിൽ വെച്ച് അവളുടെ സുഹൃത്ത് ബാർബരയെ കാണാതാവുന്നു. നാൻസിയും വില്ലിന്റെ സഹോദരൻ ജൊനാഥനും അവനെടുത്തിട്ടുള്ള ഫോട്ടോയിൽ വിചിത്രമായ ഒരു ജീവിയെ കാണുകയും അത് അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. കാട്ടില് ഒരു വലിയ കവാടം കണ്ടെത്തുന്നു. അതിലൂടെ ഇറങ്ങുന്ന നാൻസി ഒരു വിചിത്രമായ ഒരു ലോകത്തെത്തുന്നു. അവിടെ ആ ജീവിയെ കാണുന്നുണ്ട്. ബാർബിന് എന്താണ് സംഭവിച്ചതെന്ന് ജൊനാഥനും നാൻസിയും തിരിച്ചറിയുന്നു. ഇതിനിടയിൽ ഹോപ്പർ ഹോക്കിൻസ് നാഷണൽ ലാബില് ചില രഹസ്യ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സമാന്തര ലോകമുണ്ടെന്ന് അവരെല്ലാം തിരിച്ചറിയുന്നുണ്ട്. കുട്ടികൾ അതിനെ വിളിച്ചത് അപ്സൈഡ് ഡൗൺ എന്നാണ്. ഹോക്കിൻസിന്റെ ഇരുണ്ട പ്രതിബിംബം. അവിടുത്തെ ഭൂപ്രകൃതി ആവട്ടെ ജീവനുള്ള വേരുകൾ കൊണ്ട് നിറഞ്ഞ ഒരു തണുത്ത ഒരു പ്രദേശം. ഹോക്കിൻസ് ലാബിലെ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു L എന്ന 11. ഡോക്ടർ ബ്രെന്നർ അവളുടെ ടെലിപ്പതിക് കഴിവുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യിക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്ന് L പറയുന്നു. റഷ്യക്കാരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനാണ് അവളുടെ ടെലിപ്പതിക് കഴിവുകൾ ഉപയോഗിച്ചതെന്നാണ് L കരുതുന്നത്. എന്നാൽ അങ്ങനെ ഒരു സെഷനിൽ L അപ്സൈഡ് ഡൗണിലേക്ക് ഒരു കവാടം തുറക്കുന്നു. അതിലൂടെ ഡെമോഗോർഗൻ എന്ന കുട്ടികൾ വിളിച്ച ഭീകരരൂപിയെ അവൾ കാണുകയാണ്. ഒടുവിൽ ഇവരെല്ലാവരും ഒരൊറ്റ ദൗത്യവുമായി ഒന്നിക്കുന്നു. വില്ലിനെ രക്ഷിക്കാനായി സ്കൂളിൽ തന്നെ ഒരു സെൻസറി ഡിപ്രവേഷൻ ടാങ്ക് നിർമ്മിക്കുന്നു. L മനഃശക്തി ഉപയോഗിച്ച് വില്ല് എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ബാർബ് മരിച്ചിരിക്കുന്നു എന്ന് അവൾ കണ്ടെത്തുകയും ബയേഴ്സ് കാസിൽ എന്ന വില്ലിന്റെ ടെന്റില് അവൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും അവർ കണ്ടെത്തുന്നു. ഹോപ്പറും ജോയ്സും ലാബിൽ കയറി അപ്സൈഡ് ഡൗണിലേക്ക് വില്ലിനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ബയേഴ്സിന്റെ വീട്ടില് ഡെമോഗോർഗനെ പിടിക്കാനായി കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ജൊനാഥനും നാൻസിയും. അപ്രതീക്ഷിതമായിട്ട് സ്റ്റീവും ഈ വേട്ടയ്ക്ക് പങ്കാളിയാവുന്നുണ്ട്. സ്കൂളിലാവട്ടെ നമ്മുടെ കുട്ടികൾ എല്ലിനെ പിടിക്കാനെത്തിയ ലാബിൽ നിന്നുള്ളവരെ നേരിടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് എല്ലിനും മറ്റുള്ളവർക്കും ഡെമോഗോർഗനെ നേരിട്ട് പ്രതിരോധിക്കേണ്ടി വരുന്നു. 11 അവളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അതിനെ തകർക്കുന്നു. എന്നാൽ അവളും അവിടെ വെച്ച് കാണാതാവുന്നു.
ജോയ്സും ഹോപ്പറും ആവട്ടെ ഒരു ടെന്റക്കിൾ വായിലൂടെ കയറി അവശ്യ നിലയിലുണ്ടായിരുന്ന വില്ലിനെ അപ്സൈഡ് ഡൗണിൽ നിന്ന് കണ്ടെത്തുന്നു. വില്ല് അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബാത്റൂമിൽ പോയി എന്തോ ഒരു സ്ലഗ് അവൻ ഛർദ്ദിക്കുന്നുണ്ട്. ആ നിമിഷം അവൻ അപ്സൈഡ് ഡൗണിൽ എത്തിയതുപോലെ അവന് തോന്നുന്നു. വില്ലും അപ്സൈഡ് ഡൗണും തമ്മിലുള്ള കണക്ഷൻ മുറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സീസൺ അവസാനിക്കുന്നത്. അങ്ങനെ ഡെമോഗോർഗനെ തോൽപ്പിച്ചിട്ട് ഒരു വർഷം ആവുന്നു. ഒക്ടോബർ 1984 ഹാലവിൻ സമയത്താണ് അടുത്ത സീസണിന്റെ ആരംഭം. വിൽ ബയേഴ്സ് സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഒരു ട്രോമയായി നിൽക്കുന്നുണ്ട്. ജോയ്സും ജൊനാഥനും അതുപോലെ അവന്റെ സുഹൃത്തുക്കളും ഒരു പ്രത്യേക കെയർ കൊടുത്ത് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. വില്ല് വീണ്ടും ഭീതിജനകമായ ചില വിഷനുകളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ വീണ്ടും അപ്സൈഡ് ഡൗണിലേക്ക് സ്ലിപ്പായി പോകുന്നത് പോലെ തോന്നുന്നു. കറുത്ത പുക കൊണ്ട് രൂപപ്പെട്ട ഒരു വലിയ ഉയരമുള്ള എട്ടുകാലിയെ പോലെ കാലുകളൊക്കെയുള്ള ഒരു നിഴൽ, ഇതാണ് അവൻ തന്റെ വിഷനിൽ കാണുന്നത്. നമുക്കിപ്പോൾ അതിനെ ഷാഡോ മോൺസ്റ്റർ എന്ന് വിളിക്കാം. വില്ലിന് അത് തന്നെ പിന്തുടരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിനിടയിൽ പുതിയൊരു കഥാപാത്രം അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്, മാക്സ് മേഫീൽഡ്. ചുവപ്പ് മുടിയും സ്കേറ്റ് ബോർഡും ഒക്കെ ആയിട്ട് കാലിഫോർണിയയിൽ നിന്നെത്തിയ പുതിയ പെൺകുട്ടി. അവൾ അവരെ ഗെയിമിലൊക്കെ തോൽപ്പിക്കുന്നതോടെ ലൂക്കസിനും ഡസ്റ്റിനും അവളോടൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. അന്ന് രാത്രി ഒരു ക്യാമറയും ഒക്കെ ആയിട്ട് വിൽ ബയേഴ്സ് സുഹൃത്തുക്കളുടെ ഒപ്പം ട്രിക്ക് ആൻഡ് ട്രീറ്റിന് പോകുന്നുണ്ട്. അവൻ വീണ്ടും ആ ഷാഡോ മോൺസ്റ്ററിനെ കാണുന്നു. ഇപ്രാവശ്യം കൂടുതൽ വ്യക്തമായിട്ടാണ് കാണുന്നത്. അവൻ ഭയന്ന് തളർന്നു പോകുന്നുണ്ട്. എന്നാൽ മൈക്ക് അവനെ ആശ്വസിപ്പിക്കുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്കവിടെ കാണാം. ഹോക്കിൻസ് ലാബിൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ സീസണിൽ ക്ലോസ് ചെയ്ത ഗേറ്റ് ഇപ്പോൾ തുറന്നു കിടക്കുന്നുണ്ട്. അപ്സൈഡ് ഡൗൺ ഹോക്കിൻസിന്റെ താഴെ വേരുകൾ പോലെ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. ടണലുകൾ പോലെ പലയിടത്തും ഇത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലാബിന്റെ ഇപ്പോഴത്തെ മേൽനോട്ടക്കാരനായ ഡോക്ടർ ഓവൻസിനെയാണ് വില്ലിന്റെ ഓരോ വിഷൻസും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോയ്സും ഹോപ്പറും കാണിക്കുന്നത്. പാരലായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹോപ്പർ അവളെ കാട്ടിനുള്ള ഒരു ക്യാബിനിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവളൊരു തടവറയിൽ എന്നപോലെ അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. മിലിറ്ററിക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ ഹോക്കിൻസ് ലാബിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനാണ് ഇത് ചെയ്യുന്നതെങ്കിലും അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. മൈക്കിന്റെയും സുഹൃത്തുക്കളുടെയും കാര്യം അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഹോപ്പറുമായുള്ള ഒരു തർക്കത്തിന് ശേഷം അയാൾ അറിയാതെ അവൾ ഒളിച്ചോടുകയാണ്. അവളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ആ വീട്ടിൽ നിന്ന് അവൾ ശേഖരിച്ചിരുന്നു. അവളുടെ ഭൂതകാലം അറിയാനാണ് അവളുടെ യാത്ര. തന്റെ അമ്മയായ ടെറി ഐവ്സിനെ കണ്ടെത്തുന്നു. പക്ഷെ അവർക്ക് ആരോടും സംസാരിക്കാനൊന്നും കഴിയില്ല. അവരുടെ മനസ്സിലേക്ക് കടന്ന് അവരുടെ മെമ്മറിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ടെറിക്ക് ആ ലാബിൽ വെച്ചുണ്ടായ പരീക്ഷണങ്ങളും അതുപോലെ ഡോക്ടർ ബ്രണ്ണർ എല്ലിനെ, അതായത് ജെയിൻ എന്ന ടെറിയുടെ കുഞ്ഞിനെ എടുത്ത് ഒളിപ്പിച്ചതുമെല്ലാം അവൾ കാണുന്നുണ്ട്. അവളെപ്പോലെ മറ്റു കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അവൾ എയ്റ്റ് എന്ന് ലാബിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന കാളിയെ കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് മത്തങ്ങാത്തോട്ടത്തില് മത്തങ്ങ ചെയ്യുന്നതിന്റെ റീസൺ മനസ്സിലാക്കാൻ ഇറങ്ങിയ ഹോപ്പർ അപ്രതീക്ഷിതമായി അപ്സൈഡ് ഡൗണിലെ ടണൽ കാണുന്നുണ്ട്. ഈ സമയത്ത് വില്ലിന്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സ് മൈൻഡ് ഫ്ലെയർ എന്ന ഷാഡോ മോൺസ്റ്ററിന്റെ പിടിയിലാണ്. അവൻ അപ്സൈഡ് ഡൗണിൽ സംഭവിക്കുന്നത് വിഷനായിട്ട് ലഭിക്കുന്നുണ്ട്. നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന വിൽ അവന് ലഭിക്കുന്ന വിഷൻ പേപ്പറിൽ വരയ്ക്കുന്നുണ്ട്. മുമ്പ് വില്ലിന്റെ വായിൽ നിന്നും താഴെ വീണിരുന്ന ആ അപ്സൈഡ് ഡൗണിലുള്ള സ്ലഗ് പോലുള്ള ജീവിയെ ഡസ്റ്റിന് ലഭിക്കുകയും അത് നിമിഷങ്ങൾ കഴിയും തോറും വലുതാകുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ അത് മനസ്സിലാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിനോട് സ്നേഹം തോന്നിയിരുന്ന ഡസ്റ്റിൻ അതിനെ വളർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ തന്റെ പൂച്ചയെ അത് തിന്നു എന്ന് ഡസ്റ്റിന് മനസ്സിലായി. അതുപോലെ തന്നെ അത് വളരെയധികം വലുതായിരുന്നു. ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ സ്റ്റീവിന്റെ സഹായത്തോടെ അതിനെ വേട്ടയാടാൻ ഒരുങ്ങുന്നുണ്ട്. ഇതേസമയം നാൻസിയും ജൊനാഥനും ആവട്ടെ ലാബിനെ കുറിച്ചുള്ള എവിഡൻസ് സംഘടിപ്പിച്ച് ബാർബറയുടെ കൊലപാതകമടക്കം എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ അവർ മുറേ ബോമാൻ എന്ന കോൺസ്പിറസി തിയറിസ്റ്റും പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമായിട്ടുള്ള ആളുടെ സഹായത്തോടെ വിവരങ്ങൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പിന്നീട് അവരൊരു കപ്പിളായി മാറുന്നുണ്ട്. വില്ലിന്റെ അവസ്ഥ വഷളാവുന്നതിനോടൊപ്പം അവനൊരു സ്പൈ ആയിട്ട് ജോയ്സിനെയും മൈക്കിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്സൈഡ് ഡൗണിലെ ടണലിൽ കുടുങ്ങിപ്പോയ ഹോപ്പറിനെ കണ്ടെത്താൻ അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോയ്സിന്റെ ബോയ്ഫ്രണ്ടായ ബോബിനൊപ്പം അവർ വില്ല് വരച്ച ചിത്രങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കുന്നു. അത് ഹോക്കിൻസിന്റെ അടിയിലൂടെ പോകുന്ന അപ്സൈഡ് ഡൗൺ ടണലിന്റെ മാപ്പ് ആയിരുന്നു. അതിൽ നിന്ന് അവർ ഹോപ്പറിന്റെ സ്ഥാനം കണ്ടുപിടിച്ച് അയാളെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ വേരുകൾ തീ കൊണ്ട് കരിക്കാൻ ശ്രമിക്കുമ്പോൾ വില്ലിനുണ്ടാവുന്ന അസ്വസ്ഥത തിരിച്ചറിഞ്ഞ് അവർ അവനെ ലാബിൽ ചികിത്സിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മൈൻഡ് ഫ്ലെയർ അവനെ വെറുതെ ഉപയോഗിക്കുകയല്ല, അവന്റെ ശരീരത്തിനകത്തേക്ക് കടക്കുകയാണ്. വില്ലിന്റെ സ്വന്തം ചിന്തകളും മോൺസ്റ്ററിന്റെ ചിന്തകളും തിരിച്ചറിയാൻ അവന് സാധിക്കുന്നില്ല. അവൻ ഒടുവിൽ മോൺസ്റ്ററിന്റെ ചാരനായി മാറുന്നു. അവൻ പറഞ്ഞ വിവരങ്ങൾ വിശ്വസിക്കുന്ന ലാബിലുള്ളവർ അപ്സൈഡ് ഡൗണിൽ ഒരു പ്രത്യേക പ്രദേശം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം ഡെമോ ഡോഗുകൾ കെട്ടിടത്തെ ആക്രമിക്കുന്നു.
ഈ ആക്രമണത്തിനിടയിൽ ബോബ് ജോയ്സിനെയും കൂട്ടത്തെയും രക്ഷിക്കാൻ സ്വയം ജീവൻ ബലി കൊടുക്കുന്നു. ഈ സമയത്ത് ലൂക്കസും ഡസ്റ്റിനും മാക്സും സ്റ്റീവും ഡെമോഡോഗ്സിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ മാക്സും ലൂക്കസും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. അതുപോലെ എൽ ഹോക്കിൻസിലേക്ക് തിരിച്ചു വരികയാണ്. മൈക്കും അതുപോലെ ഹോപ്പറും എല്ലാം അവളെ കണ്ട് സന്തോഷിക്കുന്നു. മൈൻഡ് ഫ്ലെയറിനെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം വിൽ മോചിതനാവണം, അല്ലെങ്കിൽ മോൺസ്റ്റർ അവൻ്റെ ഉള്ളിലായതുകൊണ്ട് ഗേറ്റ് അടയ്ക്കുമ്പോൾ ചിലപ്പോൾ വിൽ മരിക്കാം. ജോയ്സും ജനാർദ്ദനും ഒരു പദ്ധതി ആലോചിക്കുന്നു. ചൂടുപയോഗിച്ച് മോൺസ്റ്ററിനെ പുറത്തേക്ക് തള്ളുക. വിൽ വേദനിച്ച് നിലവിളിച്ചെങ്കിലും അവർ പിന്മാറിയില്ല. അവസാനം മൈൻഡ് ഫ്ലെയർ പുറത്തു വരുന്നു. ഹോപ്പറും എല്ലും ലാബിന്റെ ഹൃദയഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഗേറ്റ് വലുതായത് കാണാം. എൽ തന്റെ ശക്തി ഉപയോഗിച്ച് ആ ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കുന്നു. മാസങ്ങൾക്ക് ശേഷം എല്ലാം സാധാരണ പോലെയായി. കുട്ടികൾ സ്കൂളിലെ സ്നോബോൾ ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ലൂക്കസ് മാക്സിനോടൊപ്പം അതുപോലെ ഡസ്റ്റിൻ നാൻസിയോടൊപ്പം ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. വില്ലിനെയും ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. എന്നാൽ മൈക്ക് അത് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എൽ അവിടേക്ക് വരുന്നു. അങ്ങനെ ഹോക്കിൻസ് പഴയതുപോലെ സമാധാനത്തിലേക്ക് പോകുന്നു. പക്ഷെ അപ്സൈഡ് ഡൗണിൽ സ്കൂളിനെ നോക്കി നിൽക്കുന്ന മൈൻഡ് ഫ്ലെയറിനെ നമുക്ക് കാണാം. 1985 വേനലിലാണ് അടുത്ത സീസൺ ആരംഭിക്കുന്നത്. ഹോക്കിൻസിൽ പുതിയ സ്റ്റാർകോട്ട് മാള് തുറന്നിരിക്കുന്നു. നഗരത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണിത്. പക്ഷെ മാളിന്റെ നിയോൺ വെളിച്ചങ്ങൾക്കും തിളക്കത്തിനും അടിയിൽ ഒരു ഭയങ്കരമായ രഹസ്യം മറഞ്ഞിരിക്കുന്നു. അതെ, റഷ്യക്കാർ മാളിന് താഴെ ഒരു രഹസ്യ ബേസ് നിർമ്മിച്ചിരിക്കുന്നു. അവർ നമ്മുടെ എല്ലാം അടച്ച അപ്സൈഡ് ഡൗണിലെ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഡസ്റ്റിൻ സയൻസ് ക്യാമ്പിൽ നിന്നും തിരികെ വരുന്നുണ്ട്. അവന് പറയാൻ പുതിയ പ്രണയകഥയുമുണ്ട്. എന്നാൽ ആരും അത് വിശ്വസിക്കുന്നില്ല. ഈ സമയം ലൂക്കസും മാക്സും അതുപോലെ മൈക്കും എല്ലും തമ്മിലൊക്കെ പ്രണയിക്കുന്നുണ്ട്. ഇതിനിടയിൽ പാവം വില്ല് ഒറ്റയ്ക്കാവുന്നതുപോലെ അവന് തോന്നുന്നുണ്ട്. ഹോപ്പർ ആണെങ്കിലും മൈക്കുമായുള്ള എല്ലിന്റെ ബന്ധത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. മൈക്കും എല്ലും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിനിടയിൽ മാക്സുമായി എല്ലിന് നല്ലൊരു സൗഹൃദം ഉണ്ടാവുന്നുണ്ട്. ലൂക്കസിനും മൈക്കിനും പറയാൻ ഗേൾ ഫ്രണ്ട്സിന്റെ കഥകളേ ഉള്ളൂ. അവരാരും പഴയതുപോലെ D&D കളിക്കാൻ കൂടുന്നില്ല എന്നുള്ളത് വില്ലിനെ സങ്കടത്തിലാക്കുന്നുണ്ട്. അവൻ മൈക്കുമായി വഴക്കിട്ട് പിണങ്ങിപ്പോകുന്നു. എന്നാൽ ആ മഴയത്ത് ഒറ്റയ്ക്കാവാൻ പോയതുകൊണ്ട് മൈക്ക് അവനെ തിരഞ്ഞ് ലൂക്കസിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ ടെന്റിനടുത്ത് വെച്ച് അവരവനെ കണ്ടെത്തുന്നു. അവൻ വീണ്ടും മൈൻഡ് ഫ്ലെയർ തിരിച്ചെത്തി എന്ന സത്യം അവരെ അറിയിക്കുന്നു. തന്റെ ഗേൾഫ്രണ്ട് സൂസിയെ കിട്ടാനായി റേഡിയോ സിഗ്നലിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിന് റഷ്യക്കാരുടെ ഒരു രഹസ്യ സന്ദേശം കേൾക്കാനിടയാവുന്നുണ്ട്. ഡസ്റ്റിൻ സ്റ്റീവും അവന്റെ സുഹൃത്ത് റോബിന്റെയും സഹായത്തോടെ ആ രഹസ്യ സന്ദേശം ഡീകോഡ് ചെയ്യുന്നു. ലൂക്കസിന്റെ സഹോദരി എറിക്കയുമായിട്ട് ചേർന്ന് അവർ ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കുകയാണ്. റഷ്യക്കാർ ഒരു വലിയ ലേസർ മെഷീൻ ഉപയോഗിച്ച് അപ്സൈഡ് ഡൗൺ തുളച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അവർ തിരിച്ചറിയുന്നത്. പാരലായിട്ട് ഹോക്കിൻസിലെ ചില ആളുകളിൽ വിചിത്രമായ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാക്സിന്റെ സഹോദരനായ ബില്ലിക്ക് ഒരു കാർ അപകടത്തിന് ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അവനെ മൈൻഡ് ഫ്ലെയർ പിടികൂടുന്നു. നഗരത്തിലെ പല ആളുകളും അവന്റെ സഹായത്തോടെയും അല്ലാതെയും ഒരു സൈന്യമായി മാറുകയും അതുപോലെ മാംസരൂപത്തിലുള്ള ഒരു മോൺസ്റ്റർ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജൊനാഥനും നാൻസിയും അപ്രതീക്ഷിതമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ മൈക്കും മാക്സും ലൂക്കസും ബില്ലിയാണ് ഹോസ്റ്റ് എന്ന് തിരിച്ചറിഞ്ഞ് പബ്ലിക് പൂളിൽ വെച്ച് അവനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബില്ലിയുടെ ശക്തി അപാരമായിരുന്നു. എല്ലിനെ നേരിടാനാണ് അത് ശ്രമിക്കുന്നത്. അതുപോലെ ഹോപ്പറും ജോയ്സും മുരയോടൊപ്പം ഈ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഹോപ്പർ, ജോയ്സ്, മുര തുടങ്ങിയവർ ഡസ്റ്റിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ റഷ്യൻ ബേസിലേക്ക് കടക്കുന്നു. അവരുടെ ലക്ഷ്യം ഗേറ്റ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മെഷീൻ ഓഫ് ചെയ്യുക എന്നതാണ്. പക്ഷെ ബേസിൽ ശക്തമായ കാവലുണ്ടായിരുന്നു. സമയം തീരും മുമ്പ് ദൗത്യം പൂർത്തിയാക്കാൻ റഷ്യക്കാരാവട്ടെ ജീവൻ പണയം വെക്കാനും തയ്യാറായിരുന്നു. അതിനിടെ ബില്ലി എല്ലിനെ ആക്രമിക്കുന്നുണ്ട്. എല്ലും സുഹൃത്തുക്കളും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തമായ മൈൻഡ് ഫ്ലെയറിനെ തോൽപ്പിക്കാൻ പാടുപെടുന്നു. എല്ലിന്റെ സഹായത്തോടെ ബില്ലി ഒരു നിമിഷത്തേക്ക് അവന്റെ അമ്മയെയും മറ്റും ഓർമ്മിച്ച് മൈൻഡ് ഫ്ലെയറിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതനാവുന്നു. എന്നാൽ അവളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബില്ലി ശ്രമിക്കുമ്പോൾ അവൻ മരിക്കുന്നു. മാക്സിന് ഇത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എല്ലിന്റെ ശക്തി മൈൻഡ് ഫ്ലെയറിനോട് പോരാടുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഡസ്റ്റിൻ സൂസിയെ കോണ്ടാക്ട് ചെയ്ത് ആ മെഷീനുള്ള റൂമിലേക്കുള്ള കീ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സീൻ. എല്ലാവരും മൈൻഡ് ഫ്ലെയറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഹോപ്പറും ജോയ്സും എല്ലാം റഷ്യക്കാരുടെ ബേസിൽ കുടുങ്ങിക്കിടക്കുന്നു. ഡസ്റ്റിനും സൂസിയും നെവർ എൻഡിങ് സ്റ്റോറി പാട്ട് പാടുകയാണ്. എന്തായാലും അവസാനം ഡോറ് തുറന്ന ഹോപ്പറും ജോയ്സും മെഷീൻ റൂമിലേക്ക് എത്തുന്നു. ജോയ്സ് കീയിലൂടെ മെഷീൻ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഹോപ്പർ ഗേറ്റുള്ള പ്ലാറ്റ്ഫോമിൽ കുടുങ്ങുന്നുണ്ട്. അവരെ റഷ്യൻ സൈനികർ വളഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ഹോപ്പർ തന്റെ ജീവൻ പണയം വെക്കാൻ തയ്യാറാവുന്നുണ്ട്.
ഇതിനിടയിൽ ഹോപ്പറും ജോയ്സും ഒരു കപ്പിളാവുന്നുണ്ട്. ഹൃദയം പൊട്ടുന്ന വേദനയോടെ ജോയ്സ് കീ തിരിച്ച് ആ മെഷീൻ നശിപ്പിക്കുകയാണ്. അതോടെ ഗേറ്റ് അടയുന്നു. മൈൻഡ് ഫ്ലെയർ തകർന്നു വീഴുന്നു. പക്ഷെ ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് ഹോപ്പർ ഉണ്ടായിരുന്നില്ല. ജോയ്സ് തകർന്നു പോകുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ബയേഴ്സ് കുടുംബം എല്ലിനോടൊപ്പം ഹോക്കിൻസിൽ നിന്ന് താമസം മാറി കാലിഫോർണിയയിലേക്ക് പോകുന്നു. എലവനും വില്ലും പോകുന്നത് മൈക്കും മറ്റു സുഹൃത്തുക്കളും സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. എൻ ക്രെഡിറ്റില് റഷ്യൻ ജയിലിൽ ഹോപ്പർ ഉണ്ടാവാമെന്ന സൂചന നൽകിയാണ് സീസൺ 3 അവസാനിക്കുന്നത്. സ്റ്റാർകോട്ട് സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. എല്ലിപ്പോൾ ബയേഴ്സിനൊപ്പം കാലിഫോർണിയയിലാണ് താമസിക്കുന്നത്. അവളുടെ ശക്തി നഷ്ടപ്പെട്ടത് അവളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അവൾ സ്കൂളിൽ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട്. ഹോക്കിൻസിലാകട്ടെ ലൂക്കസ് ബാസ്കറ്റ്ബോൾ ടീമിലും മൈക്കും ഡസ്റ്റിനും എറിക്കയും എഡി മൺസന്റെ ഹെൽഫെയർ ക്ലബിലെയും അംഗങ്ങളാണ്. മാക്സ് ആവട്ടെ ബില്ലിയുടെയും സ്റ്റെപ്പ് ഫാദറിന്റെയും മരണത്തിന് ശേഷം ആകെ ഡിപ്രഷനിലാണ്. അവൾ ലൂക്കസുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. എല്ലിനെയും വില്ലിനെയും കാണാൻ വന്നിരിക്കുകയാണ് മൈക്ക്. മൈക്കിന്റെ വസ്ത്രധാരണത്തിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. എലവനാവട്ടെ പോപ്പുലറായ ആളായിട്ട് മൈക്കിന്റെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന വില്ലും മൈക്കും തമ്മിലെ അകൽച്ച വില്ലിനെ ഇമോഷണലായിട്ട് ബാധിക്കുന്നു. പിന്നീട് സ്കൂളിലെ ചില ബുള്ളികളുമായിട്ട് എല്ലിനുണ്ടാകുന്ന പ്രശ്നം ഇത്തിരി അപകടകരമായിട്ട് മാറുന്നുണ്ട്. ഇതുമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ മൈക്കിൻ്റെയും എല്ലിൻ്റെയും റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരുന്നില്ല യഥാർത്ഥ പ്രശ്നം. അത് മൈക്ക് എല്ലിനോട് പഴയ രീതിയിൽ സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള പരിഭവമായിരുന്നു. എല്ലിന് മൈക്ക് ലവ് യു എന്ന് പറയാത്തതിന് വളരെ വിഷമമുണ്ടായിരുന്നു. മാളിൽ നടന്ന സംഭവത്തിൽ എല്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം റഷ്യയിൽ ഹോപ്പർ ജീവനോടെ ഒരു ലേബർ ക്യാമ്പിൽ തടവിലാണ്. ജോയ്സിനും മുറയ്ക്കും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോവേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എലവനെ അറസ്റ്റ് ചെയ്തത് ജോയ്സ് അറിഞ്ഞിരുന്നില്ല. മിലിറ്ററി എലവനെ തപ്പി നടക്കുന്നുണ്ട്. എലവനാണ് ഹോക്കിൻസിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് കാരണമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അവർ കണ്ടെത്തുന്നതിന് മുമ്പ് ഡോക്ടർ ഓവൻസ് അവളെ നീന പ്രൊജക്ട് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾ പപ്പ എന്ന് വിളിച്ചിരുന്ന അവരെ മുമ്പ് ലാബ് റാറ്റുകളെ പോലെ പരീക്ഷിച്ചിരുന്ന ഡോക്ടർ ബ്രണ്ണർ ജീവിച്ചിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ അവൾ അവരുടെ സഹായത്തോടെ ശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഹോക്കിൻസിലാകട്ടെ പുതിയ പ്രശ്നം ഉടലെടുത്തിരുന്നു. ക്രിസി എന്ന വിദ്യാർത്ഥി എഡിയുടെ ട്രെയിലറിൽ ഭയാനകമായി മരിക്കുന്നു. അസ്ഥികൾ ഒടിയുകയും കണ്ണുകൾ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവൾ മരിക്കുന്നത് എഡി കാണുന്നുണ്ട്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്നു. എല്ലാവരും ഈ കൊലപാതകം ചെയ്യുന്നത് എഡിയാണെന്ന് കരുതുന്നു. എന്നാൽ മാക്സിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എഡിയുടെ ട്രെയിലർ. മാക്സ് ഡസ്റ്റിനോട് വിവരം പറയുകയും അവർക്ക് സംശയം ഉണ്ടാവുകയും ചെയ്യുന്നു. നാൻസിയുടെ സുഹൃത്തും ഇതുപോലെ മരിക്കുന്നുണ്ട്. ഇതോടെ ഡസ്റ്റിനും ടീമും കൊലയാളികൾക്ക് D&Dയിലെ വില്ലന്റെ പേര് നൽകുന്നു, വെക്ന. വേദനയും കുറ്റബോധവും അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിനെ നിയന്ത്രിച്ച് മോശം മെമ്മറികൾ കാണിച്ച് അവസാനം ക്രൂരമായി കൊല്ലുന്നതാണ് വെക്നയുടെ രീതി. ഓരോ മരണവും അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു ഗേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. 4 മരണം നടന്നാൽ ആ ഗേറ്റുകൾ ഒത്തുചേരും. ഹോക്കിൻസ് നശിക്കും. മാക്സിനെ രക്ഷിക്കാനുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നാൻസിയും റോബിനും ഇതുപോലുള്ള കൊലപാതകങ്ങൾ മുമ്പ് നടത്തി എന്ന് പറയപ്പെടുന്ന വിക്ടർ ക്രീൽ എന്ന മാനസിക രോഗിയെ കാണാൻ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വേഷം മാറി പോകുന്നുണ്ട്. അവിടെ വെച്ച് വിക്ടർ ക്രീൽ അയാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്ടറിന്റെ കുടുംബം വീട് മാറി ഹോക്കിൻസിലെത്തി. അവിടെ വെച്ച് അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാവുന്നു. മകനായ ഹെൻറി ക്രീൽ ആവട്ടെ കോമയിൽ എത്തപ്പെടുന്നുണ്ട്. അതുപോലെ അതിനുശേഷം അവൻ മരിക്കുന്നു എന്ന് നമ്മുടെ വിക്ടർ പറയുന്നുണ്ട്. ഒരു മ്യൂസിക് കേട്ടതുകൊണ്ട് മാത്രമാണ് വിക്ടർ രക്ഷപ്പെട്ടത്. ഇതറിഞ്ഞ നാൻസി മാക്സിനെ രക്ഷിക്കാനായിട്ട് വേഗം പോകുന്നുണ്ട്. അങ്ങനെ ലൂക്കസും സുഹൃത്തുക്കളും മാക്സിന്റെ വാക്ക്മാനിൽ റണ്ണിങ് അപ്പ് ദ ഹിൽ എന്ന അവളുടെ ഫേവറേറ്റ് മ്യൂസിക് വെച്ച് അവളെ വെക്നയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ സമയം എല്ലിനെ കണ്ടെത്താനായി മൈക്കും വില്ലും ജൊനാഥനും കിട്ടിയ ക്ലൂ തപ്പി മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇതിനിടയിൽ വില്ലും മൈക്കും മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നുണ്ട്. അതുപോലെ വിൽ ബയേഴ്സ് ഒരു ഗേ ആണെന്നുള്ള സൂചനയും അവന് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മൈക്കിനോടുള്ള ചെറിയ ഇഷ്ടവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ ബ്രണ്ണറിന്റെ സഹായത്തോടെ 1979 നടന്ന സംഭവങ്ങൾ വീണ്ടും അനുഭവിക്കുന്നു. പാരലായിട്ട് എഡിയെ പോലീസിൽ നിന്ന് രക്ഷിക്കുന്നതിനിടയിൽ അപ്സൈഡ് ഡൗണിലേക്ക് പോവുകയാണ് സ്റ്റീവും നാൻസിയും റോബിനും എഡിയും ഒക്കെ. അവിടെ വെച്ച് ഡസ്റ്റിന്റെ സഹായത്തോടെ മറ്റുള്ളവർ എഡിയുടെ വീട്ടിലെ അപ്സൈഡ് ഡൗൺ ഗേറ്റിൽ വെച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ നാൻസിക്ക് വെക്ന അവിടെ വെച്ച് ചില മെമ്മറികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അതിശക്തമായ സൈക്കിക് കഴിവുകളുള്ള ഹെൻറി ക്രീൽ ആയിരുന്നു വെക്ന. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ ബാല്യത്തിൽ തന്നെ തൻ്റെ അമ്മയെ കൊന്ന് കുറ്റം പിതാവിനെ ചുമത്തുന്നു. പിന്നീട് ബ്രണ്ണർ അവനെ കൊണ്ടുപോയി പല പരീക്ഷണങ്ങൾ നടത്തുകയും അവൻ്റെ കഴിവുകൾ നിയന്ത്രിക്കാനായി കഴുത്തിലൊരു ചിപ്പ് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്.
എല്ലിന്റെ ഓർമ്മകളിലാവട്ടെ ഹെൻറി എല്ലിനെ വഞ്ചിച്ച് ആ ചിപ്പ് നീക്കം ചെയ്യും. സ്വതന്ത്രനായപ്പോൾ ലാബിലുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയും. എല്ലിന് മാത്രമാണ് അവനെ തീർത്താനുള്ള കഴിവുണ്ടായിരുന്നത്. അവളെ അവന്റെ കൂടെ ചേർത്ത് പുതിയ നിയന്ത്രണങ്ങളില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ അവൻ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അവൾ തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഹെൻറിയെ മറ്റൊരു ഡയമെൻഷനിലേക്ക് തള്ളി മാറ്റുന്നു. ആ ഡയമെൻഷനാണ് അപ്സൈഡ് ഡൗൺ. അവിടെ വെച്ച് ഹെൻറി വെഗ്നയായി മാറുന്നു. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും, അതായത് മൈൻഡ് ഫ്ലെയർ, ഡെമോഗോർഗൻ, എല്ലാം ഹെൻറിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ നാൻസിയും സംഘവും അപ്സൈഡ് ഡൗണിലെ വെഗ്നയുടെ ഒളിത്താവളം കണ്ടെത്തുന്നു, ക്രീൽ ഹൗസ്. ഇതേസമയം മാക്സ് അപകടത്തിലാണെന്ന് തന്റെ പവേഴ്സ് കൊണ്ട് മനസ്സിലായതിൽ അവിടെ നിന്ന് ഹോക്കിൻസിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് മിലിറ്ററി അവളെ ആക്രമിക്കുന്നു. മിലിറ്ററി വെടിവെക്കും മുമ്പേ എലവൻ തന്റെ ശക്തി ഉപയോഗിച്ച് അവരെ കീഴടക്കുന്നു. ശേഷം അവളെ രക്ഷിക്കാനെത്തിയ ജൊനാഥന്റെയും സംഘത്തിന്റെയും കൂടെ രക്ഷപ്പെടുന്നു. തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോക്കിൻസിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ലെങ്കിലും മാക്സിന്റെ മനസ്സിൽ കയറി അവളെ രക്ഷിക്കാൻ വേണ്ടി എൽ തീരുമാനിക്കുന്നു. ഇതേ സമയം നാൻസി, സ്റ്റീവ്, റോബിൻ തുടങ്ങിയവര് വെഗ്നയുടെ ശരീരം ആക്രമിക്കുകയും എഡ്ഡിയും ഡസ്റ്റിനും ഡെമോ ബാറ്റുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഡസ്റ്റിനെ രക്ഷപ്പെടുത്തി എഡ്ഡി മരിക്കുന്നു. പദ്ധതി ഭാഗികമായി വിജയിക്കുന്നു. എൽ തന്റെ ശക്തി കൊണ്ട് വെഗ്നയുടെ മാക്സുമായുള്ള ബന്ധം തകർക്കുന്നു. അതുപോലെ നാൻസി ഷോട്ട് ഗണ്ണുകൊണ്ട് വെഗ്നയെ വെടിവെക്കുന്നുണ്ട്. നല്ലൊരു സീനാണിത്. അവൻ താഴെ വീഴുമ്പോൾ അവന്റെ ശരീരം കത്തിക്കുന്നുണ്ട്, പക്ഷേ അവൻ മരിക്കുന്നില്ല. മാത്രമല്ല മാക്സ് ഒരു നിമിഷത്തേക്ക് ക്ലിനിക്കലി മരിക്കുന്നുണ്ടെങ്കിലും എൽ അവളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ 4ാമത്തെ മരണം സംഭവിച്ചതുകൊണ്ട് അവസാന ഗേറ്റും തുറക്കുന്നു. പട്ടണത്തിന് നടുവിൽ 4 വലിയ വിള്ളലുകൾ ഉണ്ടാവുന്നു. അപ്സൈഡ് ഡൗൺ യഥാർത്ഥ ലോകവുമായിട്ട് ചേരുകയാണ്. ആകാശമൊക്കെ ഇരുണ്ട് ഹോക്കിൻസ് ആകെ മാറിയിരിക്കുകയാണ്. ജൊനാഥനും സംഘവും ഹോക്കിൻസിലെത്തുന്നു. എല്ലാവരും പരസ്പരം കാണുന്നു. നാൻസിയും ജൊനാഥനും സ്നേഹം പുതുക്കുന്നുണ്ട്. പക്ഷെ മാക്സ് കോമയിലാണ്. എൽ എത്ര ശ്രമിച്ചിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരാനാവുന്നില്ല. അവരെല്ലാവരും ഒത്തുകൂടി ഹോപ്പറിന്റെ പഴയ ക്യാബിൻ വൃത്തിയാക്കുന്നുണ്ട്. വലിയൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഹോപ്പറുമായിട്ട് ജോയ്സ് വരുന്നു. പിന്നീട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളാണ്. കുന്നിൻ മുകളിൽ നിന്ന് ഹോക്കിൻസ് തകരുന്നത് നോക്കിക്കൊണ്ട് അവരെല്ലാം നിൽക്കുന്നതോടെ സീസൺ 4 അവസാനിക്കുന്നു. ഇതിൽ ഏറ്റവും ചുരുക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ പൊതുവെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഒരു വട്ടം സ്ട്രേഞ്ചർ തിങ്സ് കണ്ടവരായിരിക്കും. പുതിയ സീസൺ വരുന്നതിന് മുമ്പ് ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സഹായിക്കും. സീസൺ 5 1987 ഫാളിലായിരിക്കും നടക്കുന്നത്. അതുപോലെ 2025 നവംബർ 27 4 എപ്പിസോഡുകളും അതുപോലെ ക്രിസ്മസിന് അടുത്ത 3 എപ്പിസോഡുകളും ഫൈനൽ എപ്പിസോഡ് ന്യൂ ഇയേഴ്സ് ഈവനും ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. അതുപോലെ തന്നെ സൗണ്ട് ഇത്തിരി പ്രശ്നമാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം 27-ാം തീയതി അറിയാം. അത് കഴിഞ്ഞ് നമുക്ക് സീസൺ 5 കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ, സീന്, അതുപോലെ ആരായിരിക്കും ഫൈനൽ വാറിൽ മരിക്കാൻ പോകുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.